എവ്രിവൺ. സോ നിങ്ങളുടെ തേർഡ് വീക്കിലെ ഓൺലൈൻ ക്ലാസ്സസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ തുടക്കവും കഴിഞ്ഞു. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി എന്താണ്, അതിൻ്റെ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്, അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിൻ്റെ ഡെഫിനിഷൻസ്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടിയാണ് പഠിക്കുന്നത്. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി തന്നെ പല രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതാണ് പഠിക്കുന്നത്. So let's begin. Types of customs duty. So section 12 subsection 1 of the Customs Act 1962 is a charging section. So ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യമേ പറയാനുള്ളത്. അതായത് ഏതൊരു ടാക്സിനും അതിൻ്റെ ബേസിസ് പറയുന്ന ഒരു ചാർജിങ് സെക്ഷൻ ഉണ്ടാവും. അതായത് ആ ടാക്സ് ആര് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഇങ്ങനെയുള്ള കുറേ മെയിനായിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നൊരു സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷനെയാണ് നമ്മൾ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ കസ്റ്റംസ് ഡ്യൂട്ടിയെ സംബന്ധിച്ച് അത് ആര് കൊടുക്കണം, എപ്പോൾ ലെവി ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് സെക്ഷൻ 12 സബ്സെക്ഷൻ 1 ആണ്. സോ അതിനെ നമ്മൾ ചാർജിങ് സെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ദെൻ ഈ ചാർജിങ് സെക്ഷനിൽ തന്നെ പറയുന്നൊരു കാര്യമാണ് ഡ്യൂട്ടി ഷാൽ ബി ലെവീഡ് അറ്റ് സച്ച് റേറ്റ്സ് ആസ് ആർ സ്പെസിഫൈഡ് അണ്ടർ ദ കസ്റ്റംസ് താരിഫ് ആക്ട് 1975. സോ ഇത് നമുക്കറിയാം, കസ്റ്റംസ് ആക്ടിൻ്റെ അകത്ത് മെയിൻ പ്രൊവിഷൻസ് അല്ലെങ്കിൽ മെയിൻ ലോ അതൊക്കെ വരുള്ളൂ. അതേസമയം എത്ര റേറ്റിൽ ടാക്സ് ലെവി ചെയ്യണം അല്ലെങ്കിൽ എത്ര എമൗണ്ട് ടാക്സ് കളക്ട് ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം കസ്റ്റംസ് താരിഫ് ആക്ട് 1975 ഉള്ളത്. ദെൻ നമുക്കറിയാം മെയിനായിട്ടും കസ്റ്റംസ് ഡ്യൂട്ടി 2 ടൈപ്പാണ്. എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി? നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് ഇല്ലീഗലായിട്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടും തടയാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും പുറത്ത് കൊടുക്കുന്ന ഒരു ടാക്സാണ് കസ്റ്റംസ് ടാക്സ് അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇത് ഇമ്പോർട്ടിൻ്റെ സമയത്തും കൊടുക്കുന്നുണ്ട്, എക്സ്പോർട്ടിൻ്റെ സമയത്തും ഉണ്ട്. സോ ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഉണ്ട്, എക്സ്പോർട്ട് ഡ്യൂട്ടിയും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. Import duty is levied on almost all items, while export duty is levied only a few limited products where Indian goods are in commanding position. അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സിനും ഉണ്ടാവും. അതേസമയം എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ കുറച്ച് പ്രോഡക്ട്സിന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു രാജ്യം എക്സ്പോർട്ടിനെ എൻകറേജ് ആണ് ചെയ്യുന്നത്. എല്ലാ രാജ്യവും അങ്ങനെയാണ് ചെയ്യുന്നത്. സോ എക്സ്പോർട്ടിന് ആക്ച്വലി ടാക്സ് അങ്ങനെ ലെവി ചെയ്യാറില്ല. പകരം സബ്സിഡീസ് അങ്ങോട്ട് കൊടുത്ത് എക്സ്പോർട്ടിനെ വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യാറുള്ളൂ. ചില പ്രോഡക്ട്സ്, അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പം എക്സ്പോർട്ട് ഒരുപാട് കൂടിപ്പോയാലും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവൈലബിൾ ആവാതെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. സോ അങ്ങനെ വരാതിരിക്കാൻ ചില പ്രോഡക്ട്സിന് ഈ എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. അല്ലാതെ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടീസ് വരുന്നത് ഇമ്പോർട്ടിലാണ്. സോ നമ്മളിതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കസ്റ്റംസിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് കസ്റ്റംസ് താരിഫ് ആക്റ്റിലാണ് പറയുന്നത്. സോ ഈ താരിഫ് ആക്റ്റിൽ തന്നെയാണ് പല ടൈപ്പ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടിയും തിരിച്ചിട്ടുള്ളത്. 2 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു, ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് എക്സ്പോർട്ടിൻ്റെ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ഷെഡ്യൂൾ 1 തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നുണ്ടോ? ഇത്രയും ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ട്. അതായത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഉണ്ട്, അതിനെ തന്നെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദെൻ അഡീഷണൽ കസ്റ്റം ഡ്യൂട്ടി ഉണ്ട്, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റം ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾസ്. ഇങ്ങനെ കുറേ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ട്. അതേസമയം എക്സ്പോർട്ടിൻ്റെ അകത്ത് അങ്ങനെ വലിയ ക്ലാസിഫിക്കേഷനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, അത് സ്പെസിഫിക് റേറ്റിൽ, സ്പെഷ്യൽ റേറ്റിൽ ചില പ്രോഡക്ട്സിന് മാത്രമേ എക്സ്പോർട്ട് ഡ്യൂട്ടി വരുന്നുള്ളൂ. സോ അതിലങ്ങനെ ക്ലാസിഫിക്കേഷൻ വരുന്നില്ല. ഇമ്പോർട്ടിൻ്റെ സമയത്താണ് പല സിറ്റുവേഷൻസ് വരുന്നത്. സോ ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ പല ടൈപ്പ് ഇമ്പോർട്ട് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത്. സോ നമുക്കിതിലെ ഫസ്റ്റ് വൺ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് തുടങ്ങാം. അതിനെ ഷോർട്ട് ഫോം ആയിട്ട് BCD എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ലെവീഡ് അണ്ടർ സെക്ഷൻ 12 ഓഫ് ദ കസ്റ്റംസ് ആക്ട്. ഓക്കെ, അത് ഒരു സെക്ഷൻ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ദെൻ ലെവീഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആസ് ഡിറ്റർമൈൻഡ് അണ്ടർ സെക്ഷൻ 14 ഓഫ് ദ കസ്റ്റംസ് ആക്ട്. സോ കസ്റ്റംസ് ആക്ടിൻ്റെ അകത്തെ സെക്ഷൻ 14 ഗുഡ്സിനെ പലതായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മെയിനായിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം കസ്റ്റംസ് ആക്ടിലാണ്. സോ പല ടൈപ്പ് ഗുഡ്സ് ഉണ്ട്, ഗുഡ്സിനെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എല്ലാം കസ്റ്റംസ് ആക്ടിൽ വരും. പക്ഷേ ഈ ഗുഡ്സിന് കൊടുക്കേണ്ട റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കസ്റ്റം താരിഫ് ആക്റ്റിൽ വരത്തുള്ളൂ. സോ സെക്ഷൻ 14 പ്രകാരം തരംതിരിച്ച് വെച്ചിരിക്കുന്ന ഗുഡ്സിൻ്റെ പുറത്തൊരു പെർസെൻറ്റേജ് ആയിട്ടാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത്. ടാക്സ് റേറ്റ് ഈസ് ലെവീഡ് ആസ് പെർ ഫസ്റ്റ് ഷെഡ്യൂൾ ടു കസ്റ്റംസ് താരിഫ് ആക്ട്. അത് നമുക്കറിയാം. ദെൻ ഇനി ഈ ബേസിക് കസ്റ്റം ഡ്യൂട്ടീനെ തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ആ ഫിഗറിൻ്റെ അകത്ത്. എന്താണ്? ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് BCD എന്നും ഒന്ന് പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് BCD എന്നും.
BCD means basic custom duty. ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഡ്യൂട്ടി ലെവീഡ് ഫോർ ഓൾ കൺട്രീസ് എക്സെപ്റ്റ് ദ പ്രിഫറൻഷ്യൽ കൺട്രീസ്. സോ നമ്മൾ ചില കൺട്രീസിന് ഒരു പ്രിഫറൻഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. അതായത് മിക്കവാറും നമ്മുടെ നെയ്ബറിങ് കൺട്രീസിലായിരിക്കും, കാരണം നമുക്ക് അവിടെ ഒരുപാട് ട്രേഡ് നടക്കും. സോ അങ്ങനെ ഒരുപാട് ട്രേഡ് നടക്കുന്ന കൺട്രീസിൽ നമ്മൾ അധികം ടാക്സ് എമൗണ്ട് കൊടുക്കുന്നത് നല്ലതല്ല. ലൈക്ക് നമുക്ക് എപ്പോഴും ട്രേഡ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കൺട്രീസിന് നമ്മൾ പ്രിഫറൻഷ്യൽ കൺട്രീസ് എന്ന് വിളിക്കും. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് കൺട്രീസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഏരിയ എന്ന് പറയാം. സോ ഈ സ്റ്റാൻഡേർഡ് കൺട്രീസ് അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ അല്ലാത്ത കൺട്രീസിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡേർഡ് റേറ്റിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പ്രിഫറൻഷ്യൽ രാജ്യങ്ങളിൽ നിന്ന് വരുവാണെങ്കിൽ അതിനെ പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് വിളിക്കും. പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് BCD ഈസ് ദ സ്പെഷ്യൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി ഫോർ ട്രേഡ് ടു ഓർ ഫ്രം എ പർട്ടിക്കുലർ കൺട്രി കോൾഡ് പ്രിഫറൻഷ്യൽ ഏരിയ. അപ്പോൾ ഞാൻ പറഞ്ഞു ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ആ പ്രിഫറൻഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അങ്ങനത്തെ രാജ്യങ്ങളെ നമ്മൾ പ്രിഫറൻഷ്യൽ ഏരിയ എന്ന് വിളിക്കും. സച്ച് ഏരിയ ഓർ കൺട്രി ഈസ് ഡിക്ലെയർഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ചൈന, ഇതൊക്കെ നമ്മുടെ നെയ്ബറിങ് കൺട്രീസാണ്. സോ നെയ്ബറിങ് കൺട്രീസിനൊക്കെയാണ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിന്ന് വരുന്നതിന് മാത്രം ഒരു സ്പെസിഫൈഡ് ഒരു സ്പെഷ്യൽ റേറ്റ്. The preferential rate is generally lesser than the basic rate of duty. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിഫറൻസ് കൊടുക്കുന്ന എന്തിനാണ്, അവിടെ കൂടുതൽ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ്. സോ അവിടുന്ന് വരുന്ന ഇമ്പോർട്ടിന് നമ്മൾ കൊടുക്കുന്ന ആ സ്പെഷ്യൽ റേറ്റ് അല്ലെങ്കിൽ ആ പ്രിഫറൻഷ്യൽ റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും കുറവായിരിക്കും. ഇതുകൂടാതെ the duty may be fixed on ad valorem basis or specific rate basis. ഇത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, 2 ബേസിസ് ഉണ്ട്, 2 ബേസിസിലാണെന്ന് പറഞ്ഞു. സോ അതിവിടെ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ റേറ്റ് ഒക്കെ പറയുമെങ്കിലും ഏത് രീതിയിൽ നമ്മൾ ആ ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ ആഡ് വലറം അല്ലെങ്കിൽ സ്പെസിഫിക് റേറ്റ്. ആഡ് വലറം എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ പുറത്തൊരു പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുന്ന ടാക്സ്. അതേസമയം സ്പെസിഫിക് റേറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ്സിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ ബേസിലെടുക്കുന്ന ടാക്സാണ് സ്പെസിഫിക് റേറ്റ് ബേസിസ്. Then the central government has the power to reduce or exempt any good from these duties. അപ്പോൾ അതെങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ ഒഫീഷ്യൽ ഗസറ്റിൽ അതിനെപ്പറ്റി നോട്ടിഫിക്കേഷൻ ഇടും. ദെൻ നെക്സ്റ്റ് വൺ അഡീഷണൽ കസ്റ്റം ഡ്യൂട്ടി ഓർ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, CVD ഷോർട്ട് ഫോമിൽ പറയും. ഇത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ഇറ്റ് ഈസ് ലെവീഡ് ഓൺ ഗുഡ്സ് ദാറ്റ് ആർ സ്റ്റേറ്റഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ CTA 1975. എന്താണ് CTA? കസ്റ്റംസ് താരിഫ് ആക്ടിൻ്റെ തന്നെ ഷോർട്ട് ഫോമാണ് CTA. നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ CTA എന്ന് എഴുതി വെക്കല്ലേ, ഞാനിവിടെ ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇട്ടെന്നേ ഉള്ളൂ. കസ്റ്റം താരിഫ് ആക്ട് എന്ന് തന്നെ നിങ്ങൾ വായിക്കണം. സോ ഈ അഡീഷണൽ കസ്റ്റം ഡ്യൂട്ടി പേരിൽ തന്നെ ഉണ്ട് അഡീഷണൽ ആണെന്ന്. അതായത് ബേസിക്കായിട്ട് നമ്മൾ ലെവി ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ്. നമ്മളിപ്പോൾ ആദ്യം കണ്ടു എന്ത്, ബേസിക് കസ്റ്റം ഡ്യൂട്ടി. അതാണ് ബേസിക്, അതെല്ലാ ഗുഡ്സിനും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനി അത് കൂടാതെ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കുന്ന ഡ്യൂട്ടിയാണ് അഡീഷണൽ കസ്റ്റം ഡ്യൂട്ടി. അതിനെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്നും വിളിക്കാറുണ്ട്. It is an additional import duty imposed on imported products when such products enjoy benefits like export subsidies and tax concessions in the country of their origin. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ രാജ്യക്കാരും എക്സ്പോർട്ടിനെയാണ് എൻകറേജ് ചെയ്യുന്നത്. സോ എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, രാജ്യത്തിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് അങ്ങോട്ട് സബ്സിഡീസ് കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ വരുമ്പം ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ടാക്സ് ഒന്നും അധികം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലാതെ ആക്ച്വലി അവർക്ക് വേറെ ടാക്സ് ഒന്നും അവരുടെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ളവർ എക്സ്പോർട്ട് ചെയ്ത് വേറൊരു രാജ്യത്ത് പോകുമ്പം അവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റ്, അവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനൊരു വെല്ലുവിളിയാണ്. അതൊരു ഫെയർ ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ആകുമ്പം പല ടൈപ്പ് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സാണ് എക്സൈസ് ഡ്യൂട്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സൈസ് എന്നൊക്കെ. അതൊരു പ്രോഡക്റ്റ്, ഇന്ത്യയിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. അതിന് മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് ആ സമയത്ത് കൊടുക്കുന്ന ടാക്സാണ്. ദെൻ ഇത് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വിൽക്കാൻ പോകുമ്പം സെയിൽസ് ടാക്സും കൊടുക്കണം. അതിപ്പോൾ സെയിൽസ് ടാക്സ് തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുകയാണെങ്കിൽ വീണ്ടും വാറ്റും വാല്യൂ ആഡഡ് ടാക്സും അതും ഇതുമൊക്കെ വരുന്നുണ്ട്. സോ ഒരുപാട് ടാക്സ് അടച്ചതിന് ശേഷമാണ് ഒരു സെല്ലർ, ഒരു ഡൊമസ്റ്റിക് സെല്ലർ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്. അതേസമയം എക്സ്പോർട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ രാജ്യത്തിൽ ആക്ച്വലി ഒരു ടാക്സും കൊടുക്കുന്നില്ല. ഈവൻ അവർക്ക് ഇങ്ങോട്ട് സബ്സിഡിയും കിട്ടുന്നുണ്ട്. സോ അതൊരു അൺഫെയർ പ്രാക്ടീസ് പോലെ, അതായത് വേറൊരു രാജ്യത്തേക്ക് ചെന്ന് കഴിയുമ്പം
അയാളുടെ രാജ്യത്തിൽ നിന്ന് വന്നപ്പോൾ അയാൾക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. സോ പുതിയ രാജ്യത്തോട്ട് പോകുമ്പോൾ അവിടെയും ടാക്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെറിയ പ്രൈസിൽ, അതായത് ആ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാളും കുറവിൽ അയാൾക്ക് വിൽക്കാൻ പറ്റും പ്രോഡക്ട്സ്. അത് അവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് ഒരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അവർക്കതൊരു പ്രശ്നമായിട്ട് വരും. സോ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ദിസ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് വെൻ സച്ച് പ്രോഡക്ട്സ് എൻജോയ് ബെനിഫിറ്റ്സ് ലൈക്ക് എക്സ്പോർട്ട് സബ്സിഡീസ് ആൻഡ് ടാക്സ് കൺസെഷൻ ഇൻ ദ കൺട്രി ഓഫ് ദെയർ ഒറിജിൻ. അവർ വരുന്ന രാജ്യത്തിൽ അവർക്ക് ചിലപ്പം സബ്സിഡീസ് ഒക്കെ കിട്ടിയിട്ടായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് സബ്സിഡി കൊടുത്ത് ആ സെയിം എമൗണ്ട് ഇവിടെ ടാക്സ് ആയിട്ട് അടയ്ക്കാൻ പറയും. സോ ഇവിടെ നമുക്കൊരു ഫെയർ കോമ്പറ്റീഷൻ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. The tax rate is more or less similar to the central excise duty, which is a tax levied on manufacture of commodities in India, charged on goods produced within India. So ഏകദേശം ഈ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് കിട്ടിയ അവരുടെ സ്വന്തം രാജ്യത്തിൽ നിന്ന് കിട്ടിയ സബ്സിഡിയുടെ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എക്സൈസ് ഡ്യൂട്ടിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. എക്സൈസ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തൊരു ഗുഡ് നിർമ്മിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗുഡ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട ടാക്സ്. സോ ഈ എക്സ്പോർട്ട് ചെയ്ത് വരുന്ന ഗുഡ് എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടല്ലല്ലോ മാനുഫാക്ചർ ചെയ്യുന്നത്. അവരുടെ രാജ്യത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്ത് വെക്കുകയാണ്. സോ അവർ ആ മാനുഫാക്ചറിങ് ടാക്സിൽ നിന്ന് അല്ലെങ്കിൽ എക്സൈസ് ടാക്സിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ആ എക്സൈസ് ഡ്യൂട്ടി തന്നെയാണ് അഡീഷണലായിട്ട് മേടിക്കുന്നത്. ദെൻ ദിസ് ടാക്സ് ഈസ് സബ്സ്യൂംഡ് അണ്ടർ GST now. സോ ഇപ്പോൾ ഈ ടാക്സ് GSTയിലാണുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ GST പഠിക്കുമ്പോൾ അതിലും പഠിക്കും. ദെൻ നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റം അല്ലെങ്കിൽ SAD. ഇതിനെ അഡീഷണൽ ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 5 എന്നും പറയാറുണ്ട്. സോ അപ്പോൾ നേരത്തെ കണ്ടത് അഡീഷണൽ കസ്റ്റം ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ആണ്. ഇനിയും കാണാൻ പോകുന്നത് അഡീഷണൽ ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 5 ആണ്. ഈ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു സബ്സെക്ഷൻ 3 സബ്സെക്ഷൻ 5 പറഞ്ഞു. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ലെവിഡ് ടു കൗണ്ടർ ബാലൻസ് ദ എഫക്റ്റ് ഓഫ് സെയിൽസ് ടാക്സ് ലെവിഡ് ഓൺ സിമിലർ ഗുഡ്സ് സോൾഡ് ഇൻ ഇന്ത്യ. അതിനെയാണ് SAD എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ സബ്സിഡി, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കിട്ടുന്ന ഗുഡ്സിന് കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് അഡീഷണൽ ഡ്യൂട്ടി. ഈ പറയുന്ന എല്ലാം ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ ടൈപ്സ് ആണ്. സോ അതിൽ കൺഫ്യൂഷൻ വരല്ലേ, ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ തന്നെ പല ടൈപ്പ് ഉള്ളതാണ് പറയുന്നത്. സോ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഡ്യൂട്ടീസ് എല്ലാം വരുന്നത്. സോ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത ആ ഗുഡ്സിന് അവരുടെ രാജ്യത്തിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡി അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൽ എക്സൈസ് ഡ്യൂട്ടി ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ രാജ്യത്ത് എക്സൈസ് ഡ്യൂട്ടി കൊടുത്തല്ലോ നമുക്കറിയണ്ട, പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്തായാലും എക്സൈസ് ഡ്യൂട്ടി കൊടുക്കാൻ അവർക്ക് പറ്റില്ല, കാരണം അവർ ഇന്ത്യയിൽ വെച്ചല്ലല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അവർക്ക് അഡീഷണൽ ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പറഞ്ഞത്. ഇവിടെ നമ്മൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 5 പറയുന്നത് സെയിൽസ് ടാക്സ് കൊടുക്കാത്ത പർട്ടിക്കുലർ ഗുഡ്സ് കാണും, അവർക്കാണ് ഈ അഡീഷണൽ ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കൺസെഷൻ ഉണ്ട്. കൺസെഷൻ എന്ന് വെച്ചാൽ എ ട്രേഡർ ഹൂ ഇമ്പോർട്ട്സ് നീഡ് നോട്ട് പേ SAD of custom provided he gives a declaration that his goods would not be sold in an area where no tax is chargeable. അതായത് എല്ലാ ഇമ്പോർട്ടേഴ്സും കൊടുക്കണമെന്നില്ല. ഇതെല്ലാം അഡീഷണൽ ചാർജാണ്. ഞാൻ പറഞ്ഞു നേരത്തേതും അഡീഷണൽ തന്നെയാണ്, പക്ഷേ അത് എപ്പോഴും മാത്രമേ എടുക്കുന്നുള്ളൂ എക്സ്പോർട്ട് ചെയ്ത് വരുന്ന ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് അവരുടെ രാജ്യത്തു നിന്ന് കിട്ടി എങ്കിൽ മാത്രമേ നമ്മളത് കൊടുക്കാൻ അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് ഇമ്പോസ് ചെയ്യുള്ളൂ. ഈ അഡീഷണൽ ഡ്യൂട്ടിയും സെയിം ആണ്. ഇതിൻ്റെ സിറ്റുവേഷൻ വരുന്നത് ഇൻ കേസ് ഈ ട്രേഡർ, അതായത് ഈ ഇമ്പോർട്ട് ചെയ്ത് വന്ന ആൾ, ഇമ്പോർട്ടർ പറയുവാണ് ഞാൻ ഇവിടുത്തെ സെയിൽസ് ടാക്സ് കൊടുത്തിട്ട് തന്നെ ഞാൻ സാധനം വിറ്റോളാം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ അഡീഷണൽ ഡ്യൂട്ടിയുടെ ആവശ്യമില്ല, കാരണം അയാൾ എന്ത് കൊടുക്കുന്നുണ്ട്? സെയിൽസ് ടാക്സ് കൊടുക്കുന്നുണ്ട്. അതേസമയം സെയിൽസ് ടാക്സ് ഒന്നും കൊടുക്കാതെ ഈ രാജ്യത്ത് വിൽക്കണമെന്ന് പറഞ്ഞാലോ, അങ്ങനെ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, എ ട്രേഡർ ഹൂ ഇമ്പോർട്ട്സ് നീഡ് നോട്ട് പേ SAD provided he gives a declaration that his goods would not be sold in an area where no tax is chargeable. അതായത് ടാക്സ് ചാർജ് ചെയ്യാത്തൊരു ഏരിയയിൽ കൊണ്ട് വിൽക്കില്ല എന്ന് ട്രേഡർ പറയണം. അതായത് ടാക്സ് ചാർജ് ചെയ്യുന്ന ഏരിയയിൽ മാത്രമേ അയാളുടെ ഗുഡ്സ് വിൽക്കൂ. അതായത് ആ ഏരിയയിൽ വിൽക്കണമെങ്കിൽ അയാൾ എന്ത് കൊടുക്കണം? സെയിൽസ് ടാക്സ് കൊടുക്കണം. സെയിൽസ് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ അഡീഷണൽ ഡ്യൂട്ടിയുടെ ആവശ്യമില്ല.
അതായത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഫോർ ഏരിയ വെയർ സെയിൽസ് ടാക്സ് ഈസ് ലെവീഡ് ആൻഡ് ആസ് ഹി ഷാൽ പേ സെയിൽസ് ടാക്സ് ദെൻ സാഡ് ഷാൽ ബി ക്ലെയിംഡ് ആസ് റീഫണ്ട്. ഇൻ കേസ് അയാൾ സാഡ് പേ ചെയ്തെങ്കിൽ, അയാൾ സെയിൽസ് ടാക്സും അടയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ അടച്ച സാഡിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഈ അഡീഷണൽ ഡ്യൂട്ടി അയാൾക്ക് എന്ത് കിട്ടും? റീഫണ്ടായിട്ട് കിട്ടും. സോ സെയിൽസ് ടാക്സിന് പകരം ഉള്ള ഒരു കസ്റ്റംസ് ഡ്യൂട്ടിയാണ് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടീസ്. സോ ഇത് പേര് തന്നെ ഉണ്ട്, എന്തിനായിരിക്കും? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് അണ്ടർ സെക്ഷൻ 6 ഓഫ് CTA 1975. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഈ പറയുന്ന സെക്ഷൻ എല്ലാം CTA ആക്ട് അല്ലെങ്കിൽ കസ്റ്റം താരിഫ് ആക്ടിൻ്റെ അകത്ത് വരുന്ന സെക്ഷൻസ് ആണ്. സോ ഇതും സെക്ഷൻ 6ൻ്റെ അകത്താണ് പറയുന്നത്. This is a duty which is levied if the Tariff Commission recommends and central government is satisfied that immediate action is necessary to protect interest of Indian industry. So എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അതായത് ഇപ്പം ഇമ്പോർട്ട് ചെയ്ത് വന്ന പ്രോഡക്ട്സ് വളരെ ചെറിയ പ്രൈസിലാണ് നമ്മുടെ മാർക്കറ്റിൽ വിൽക്കുന്നത്. സോ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു പ്രൈസിൽ ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പം അത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനൊരു വെല്ലുവിളിയാണ്, അവർക്കതൊരു പ്രശ്നമാണ്, അവരുടെ പ്രോഡക്റ്റ് വിറ്റ് പോവില്ല. സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്നും പറഞ്ഞ് വീണ്ടും ഒരു അഡീഷണൽ ഡ്യൂട്ടി അങ്ങനെയുള്ള ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ പുറത്ത് ഇമ്പോസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഇൻഡിജീനിയസ് ബിസിനസ്സസ് ആൻഡ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ്, അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ഫ്രം ദ ചീപ്പ് അവൈലബിൾ ഇമ്പോർട്ടഡ് ഗുഡ്സ്. The rate is decided by the tariff commissioner. സോ ഇത് എപ്പോഴും കൊടുക്കുന്ന കാര്യമല്ല, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരണം. അതായത് ഇവിടുത്തെ ഡൊമസ്റ്റിക് കൺട്രി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനൊരു പ്രശ്നം അല്ലെങ്കിൽ അവർക്കൊരു ചലഞ്ച്, അവർക്ക് മാർക്കറ്റ് വിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൽ എഡ്യൂക്കേഷൻ സെസ് ലെവി ചെയ്യാറില്ല, അതായത് ഇതിൻ്റെ ഡ്യൂട്ടി മാത്രമേ എടുക്കൂ, അതിൻ്റെ കൂടെ ആഡ് സെസ് എന്ന് പറയുന്ന സാധനം ഇല്ല. The next one, safeguard duties under section 8B of Customs Tariff Act. So ഇതിൻ്റെ section 8B ആണ്. Then it is levied only if it has been established that a sudden increase in imports has caused or threatens to cause serious injury to the domestic industry. So നേരത്തെ കണ്ട പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഗുഡിനുള്ള എന്തെങ്കിലും പ്രൈസിൻ്റെ ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. അതേസമയം സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് ഒരുമിച്ച് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പം ഇവിടുത്തെ മാർക്കറ്റ് നിറച്ച ആ ഒരു പ്രോഡക്റ്റ്, ഇപ്പം നമുക്ക് സംഭവിച്ചതാണ് ഈ ചൈനീസ് പ്രോഡക്ട്സ്. നമ്മൾ എവിടെ ചെന്നാലും ചൈനീസ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണ്? ചൈനയിൽ ചീപ്പായിട്ട് ഉണ്ടാക്കിയിട്ട് അത് വലിയ രീതിക്ക് വലിയ രീതി മീൻസ് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. സോ അങ്ങനെ വരുമ്പം ഡൊമസ്റ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ അവർക്കതൊരു പ്രശ്നമാണ്. കാരണം എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആവുന്ന പ്രോഡക്ട്സ് മാത്രമേ എല്ലാവരും കൺസ്യൂമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യത്തുള്ളൂ. അതാകുമ്പോൾ ഒരു പ്രോഡക്റ്റ് തീർന്നു പോയാലും നമ്മൾ വീണ്ടും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം. സോ അങ്ങനെയുള്ള കേസിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് അത്രയും ലാർജ് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്ന സമയത്താണ് സേഫ് ഗാർഡ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഡ്യൂട്ടി സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നത്. ദിസ് ആക്ഷൻ ക്യാൻ അല്ലെങ്കിൽ ഈ സേഫ് ഗാർഡ് ആക്ഷൻ ക്യാൻ restrict import of a product for a temporary period by raising the tariff. സോ ഇതൊരു ടെമ്പററി പീരീഡിലേക്ക് മാത്രമേ കാണുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് അവരുടെ അത്രയും ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് ഉണ്ടാവുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. And safeguard duty is a step in providing need-based protection to domestic industries for a limited period with ultimate objective of restoring free and fair competition. സോ ഇത് ടെമ്പററി പീരീഡിലേക്ക് മാത്രമേ ഉള്ളൂ. ടെമ്പററി പീരീഡിൽ ആ സമയത്തിനുള്ളിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ബി ലെവീഡ് ഓൺ എക്സ്പോർട്ട്. സോ ഇത് ഇമ്പോർട്ടിൻ്റെ സമയത്തല്ല, എക്സ്പോർട്ടിൻ്റെ സമയത്ത് ചിലപ്പോൾ ലെവി ചെയ്യാറുണ്ട്. ഇഫ് ദ കസ്റ്റംസ് അതോറിറ്റി ഫീൽ ദാറ്റ് ദ എക്സ്പോർട്സ് ഓഫ് എ പർട്ടിക്കുലർ ഗുഡ് ക്യാൻ ഡാമേജ് ദ എക്കോണമി ഓഫ് ദ കൺട്രി. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ ഗവൺമെൻറ് ഫീൽസ് ദാറ്റ് എ സഡൻ ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ് ക്യാൻ പൊട്ടൻഷ്യലി ഡാമേജ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, എക്സ്പോർട്ടിൻ്റെ കേസിലും ടാക്സ് വരുന്ന എപ്പോഴാണ് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിൽ അത് അവൈലബിളായി കാണത്തില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ സേഫ് ഗാർഡ് ഡ്യൂട്ടീസ് ഓൺ എക്സ്പോർട്ടും ഇമ്പോസ് ചെയ്യാറുള്ളൂ.
ഇറ്റ് വുഡ് നോട്ട് അപ്ലൈ ടു ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ എ 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. നിങ്ങൾക്കറിയാം EOU അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെയുള്ള എന്താ പറയുക ബാക്ക്വേർഡ് ആയിട്ടുള്ള സോണാണ് ഇതെല്ലാം. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരിക്കലും സേഫ് ഗാർഡ് ഡ്യൂട്ടീസ് അപ്ലൈ ചെയ്യാറില്ല. അതുപോലെ എഡ്യൂക്കേഷൻ സെസ് ഇതിലും അപ്ലൈ ചെയ്യാറില്ല. ദെൻ നെക്സ്റ്റ് വൺ, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ്. സോ imposed if the goods being imported is at below fair market price. സോ നമ്മൾ നേരത്തെ കണ്ട പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി പോലെ വേറൊന്നാണ്. പക്ഷേ ഇവിടെ ഫെയർ മാർക്കറ്റ് പ്രൈസിന് താഴെ പ്രൈസ് വെച്ച് വിൽക്കുന്നതെന്ന് മാത്രമല്ല, ഇവരൊരു ലാർജ് ക്വാണ്ടിറ്റിയിൽ തന്നെയായിരിക്കും ഇവിടെയും ഗുഡ്സ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ കൊണ്ടുവന്ന് ഗുഡ്സ് വിൽക്കുമ്പോഴാണ് അതിനെ ഡംപിങ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മൾ ഡംപ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സെയിം എഫക്റ്റ് ആണ്. ചീപ്പായിട്ട് ഇവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡംപിങ് മാർജിൻ. സോ എന്തായാലും അങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്താണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഡംപിങ് മാർജിൻ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പോർട്ട് പ്രൈസ് ആൻഡ് ദ നോർമൽ പ്രൈസ്. അതായത് അവരിവിടെ വിറ്റ എമൗണ്ടും ഇവിടുത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം, അതായിരിക്കും അവർ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റിന് 10 രൂപയാണ് ഇവിടുത്തെ മാർക്കറ്റിലെ വില. പക്ഷേ ആൾക്കാർ അതിൽ ചൈനയിൽ നിന്നൊരു സാധനം സെയിം പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് 7 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വെച്ചോ. അപ്പം അവരെത്ര രൂപ കുറച്ചാണ് വിൽക്കുന്നത്? 3 രൂപ കുറച്ചാണ് വിൽക്കുന്നത്. ഈ 3 രൂപ ഈ ചൈനയിൽ നിന്ന് വന്ന ആ ഇമ്പോർട്ടർ ഗവൺമെൻറ്റിന് കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഡംപിങ് മാർജിൻ എന്ന് പറയുന്നത്. അവർ ഡംപ് ചെയ്യുന്ന ആ ഒരു എത്ര വില കുറച്ചിട്ടാണോ അവർ വിൽക്കുന്നത്, ഇപ്പോൾ 3 രൂപ കുറച്ചിട്ടാണ് അവർ വിൽക്കുന്നത്. സോ ആ 3 രൂപയാണ് ഡംപിങ് മാർജിൻ എന്ന് പറയുന്നത്. നോ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് ലെവീഡ് ഫോർ ഇമ്പോർട്ട്സ് ബൈ, ഇവിടെ അത് തന്നെയാണ്. ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നിടത്ത് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് അപ്ലൈ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ സോണിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാത്തത്? കാരണം അങ്ങനത്തെ സോൺ ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് രാജ്യം ശ്രമിക്കുന്നത്. സോ അവിടെ എങ്ങനെയെങ്കിലും ഡെവലപ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിനൊന്നും അധികം ഇത് കൊടുക്കാത്തത്. ദെൻ നോ എഡ്യൂക്കേഷൻ സെസ്, അതിവിടെ അങ്ങനെ തന്നെയാണ്. ഇനി ഡംപിങ് എന്താണെന്ന് വേണമെങ്കിൽ അതിൻ്റെ മീനിങ് പഠിച്ചു വെക്കുക. അത് 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഡംപിങ് മീൻസ് ഓഫൻ ലാർജ് മാനുഫാക്ചറേഴ്സ് from abroad may export goods at very low price compared to price in the domestic market. അത് നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്തുള്ള എക്സ്പോർട്ടേഴ്സ് ആരെങ്കിലും എന്ത് ചെയ്യും? എക്സ്പോർട്ടേഴ്സ് മീൻസ് നമുക്ക് ഫോറിൻ കൺട്രിയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവിടുത്തെ എക്സ്പോർട്ടേഴ്സ്, അതായത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടേഴ്സ്, അവർ ഇവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാളും വളരെ കുറഞ്ഞൊരു പ്രൈസിൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുവാണ്. ദിസ് മേ ബി ഡൺ ടു ക്രിപ്പിൾ ദ ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു പ്രശ്നമാക്കാൻ, അല്ലെങ്കിൽ ഡിസ്പോസ് ഓഫ് എക്സസ് സ്റ്റോക്ക്, അല്ലെങ്കിൽ അവരുടെ എക്സസ് ആയിട്ടുള്ള സ്റ്റോക്ക് അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള റീസൺസിനായിരിക്കും അവർ ക്രിപ്പിൾ ദ ഇന്ത്യൻ മാർക്കറ്റ് മീൻസ് അവരുടെ പ്രോഡക്റ്റ് ഇവിടെ മെജോറായിട്ട് അവരുടെ പ്രോഡക്റ്റ് എല്ലാം കൂടെ ഇവിടെ വന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, എല്ലാവരും അത് മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് ഒരുപാടുണ്ട്, സോ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ വിറ്റേ പറ്റൂ, ആ ഒരു റീസണ് വേണ്ടി. സോ എന്തിനാണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ ഡംപിങ് എന്ന് വിളിക്കുന്നത്. ഇതൊരു അൺഫെയർ പ്രാക്ടീസാണ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് സച്ച് ഡംപിങ് ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഇമ്പോസ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ സെക്ഷൻ 9A ആണ്. ഓക്കെ. ദെൻ countervailing duty on subsidized articles under section 9 of CTA. അതായത് countervailing duty ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു. countervailing എന്ന് വെച്ചാൽ അഡീഷണൽ ഡ്യൂട്ടി തന്നെയാണ്. എന്തിനെ കൗണ്ടർ ചെയ്യാനാണെന്ന് പറഞ്ഞു? എക്സ്പോർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്ട്സ്, അതായത് നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങോട്ട് വരുന്ന ഇമ്പോർട്ടഡ് ഗുഡ്സിന് ആ ഇമ്പോർട്ട് ചെയ്ത് വന്ന ആ രാജ്യത്തിൽ നിന്ന്, അവരുടെ സ്വന്തം രാജ്യത്തിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡീസോ അല്ലെങ്കിൽ ടാക്സ് കൺസെഷനോ ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഡ്യൂട്ടി അഡീഷണൽ ആയിട്ട് കൊടുത്തേ പറ്റൂ. ഇതിനെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾസ്, അതായത് if any country pays any kind of subsidy on production and exportation of goods to India, അതായത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിൽ നിന്ന് പോകാനല്ല, എക്സ്പോർട്ട് അല്ല നമ്മൾ പറയുന്നത്, ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും രാജ്യം അവരുടെ രാജ്യത്തുള്ള ഏതെങ്കിലും എക്സ്പോർട്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുവാണ്, അതായത് അവർക്ക് അങ്ങോട്ട് സബ്സിഡിയോ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങോട്ട് ഇറക്കുമതിക്ക് വേണ്ടിയിട്ട് അവർ എൻകറേജ് ചെയ്യുവാണെങ്കിൽ, then the central government of India can impose CVD on such subsidized goods under section 9. സോ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തു നിന്ന് സബ്സിഡിയൊക്കെ കിട്ടി എൻജോയ് ചെയ്താണ് ഇവിടെ വന്നത്.
അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലോ പ്രൈസിൽ സാധനം വിൽക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഫെയർ കോമ്പറ്റീഷൻ ആയിരിക്കില്ല. നമ്മുടെ ഡൊമസ്റ്റിക്കിലുള്ള സെല്ലേഴ്സിന് അതൊരു ഫെയർ ആയിട്ട് കോമ്പറ്റീഷൻ കിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരവിടെ എൻജോയ് ചെയ്ത സബ്സിഡിയുടെ എമൗണ്ട് ഇവിടെ ടാക്സ് ആയിട്ട് കൊടുക്കണം. സച്ച് ഡ്യൂട്ടി കനോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് സച്ച് സബ്സിഡി. സോ അവിടെ സബ്സിഡി ആയിട്ട് അവർക്ക് എൻകറേജ്മെൻ്റ് ആയിട്ട് കിട്ടിയ എമൗണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ടാക്സ് ആയിട്ട് അവർ അടയ്ക്കേണ്ടത്. ഇഫ് എമൗണ്ട് ഓഫ് സബ്സിഡി കനോട്ട് ബി അസർട്ടൈൻഡ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രൊവിഷണൽ ഡ്യൂട്ടി ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് ആഫ്റ്റർ ദ ഫൈനൽ ഡിറ്റർമിനേഷൻ ഡിഫറൻസ് മേ ബി കളക്റ്റഡ് ഓർ റീഫണ്ടഡ്. അതായത് ഇൻ കേസ് സബ്സിഡി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊവിഷണൽ ഡ്യൂട്ടി, അതായത് നമ്മളൊരു ഊഹത്തിൻ്റെ പുറത്ത് ഗസ് ചെയ്തൊരു എമൗണ്ട് കളക്ട് ചെയ്യും. പിന്നീട് നമ്മൾ ഫൈനലായിട്ട് ഡിറ്റർമൈൻ ചെയ്ത സമയത്ത് എക്സസ് ആയിട്ട് നമ്മൾ മേടിച്ചെങ്കിൽ തിരിച്ച് ആ ഒരു പർട്ടിക്കുലർ ഇമ്പോർട്ടറിന് റീഫണ്ട് ചെയ്യും. അല്ല നമ്മൾ മേടിച്ചത് കുറഞ്ഞു പോയെങ്കിൽ വീണ്ടും എത്രയാണെന്ന് വെച്ചാൽ അത് അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. ദെൻ ഇവിടെയും എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് ലെവി ചെയ്യില്ല. ദെൻ ലാസ്റ്റ് വൺ. സോ നമ്മളിപ്പോൾ കണ്ടത് ഫുള്ള് ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ ടൈപ്സ് ആണ്. ഇപ്പോൾ ഈ 7 ഇമ്പോർട്ട് ഡ്യൂട്ടി ടൈപ്സും പഠിച്ചേ പറ്റൂ. ലാസ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി പറയുവാണ്. എക്സ്പോർട്ട് ഡ്യൂട്ടിക്ക് വേറെ ടൈപ്സ് ഒന്നുമില്ല. എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻകറേജ്ഡ് ബൈ എവറി ഗവൺമെൻറ് ഓഫ് എവറി കൺട്രി. എല്ലാ രാജ്യത്തിൻ്റെയും ഗവൺമെൻറ് എൻകറേജ് ചെയ്യുന്നതാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഓൾവേസ് എൻകറേജ് എക്സ്പോർട്ട്സ് ബൈ ഗിവിങ് ദ എക്സ്പോർട്ടേഴ്സ് കൺസെഷൻ, സബ്സിഡീസ്, റീഫണ്ട്സ്, ടാക്സ് റിബേറ്റ്സ്, അങ്ങനെയുള്ള എന്തെല്ലാം പ്രൊവിഷൻസ് അവർക്ക് കിട്ടുമോ അതെല്ലാം കൊടുക്കും. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, എക്സ്പോർട്ട് ഇൻക്രീസ് ദ ഫോറിൻ റിസർവ്സ് ഓഫ് ഇന്ത്യ. അതുപോലെ എക്സ്പോർട്ട്സ് റെപ്രസെൻറ്റ് ഇന്ത്യ ഓൺ ദ ഗ്ലോബൽ മാപ്പ്. അതുപോലെ ഓൺലി ഫ്യൂ എക്സ്പോർട്ടിംഗ് പ്രോഡക്ട്സ് ആർ ചാർജ് ബൈ ദ എക്സ്പോർട്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, എക്സ്പോർട്ട് ഡ്യൂട്ടിക്കകത്ത് അധികം പ്രോഡക്ട്സ് വരുന്നില്ല, ചില പ്രോഡക്ട്സിന് മാത്രമേ ഉള്ളൂ. സോ അത് നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടിയിലും പറഞ്ഞായിരുന്നു. ചില പ്രോഡക്ട്സ്, അതായത് ഒരുമിച്ച് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാർക്കറ്റിന് ഒരു പ്രശ്നമാവുമെന്ന് കാണുന്ന പ്രോഡക്ട്സിന് മാത്രമേ ഡ്യൂട്ടീസൊക്കെ കൊടുക്കുള്ളൂ. സോ അങ്ങനത്തെ എക്സെപ്ഷണൽ സിറ്റുവേഷൻസിന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എക്സ്പോർട്ട്സിന് ആക്ച്വലി അങ്ങോട്ട് കൺസെഷനും സബ്സിഡീസും കൊടുത്ത് ഗവൺമെൻറ് ഹെൽപ്പാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ റീസൺസ് ഇതാണ്. നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ റിസർവ് കൂടുകയും വേണം. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യും ഗ്ലോബലായിട്ട്. എല്ലായിടത്തും നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് പ്രോഡക്റ്റ്സ് പോകുന്നത് നമുക്ക് നല്ലതാണ്. സോ ഇതാണ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്. ഈ 8 ഡ്യൂട്ടീസ് നിങ്ങൾ പഠിക്കണം. ഇത് എസ്സേ ആയിട്ട് ചോദിച്ചാലും എഴുതണം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു.